നീ ഇതെങ്ങോട്ടാ? ഇറങ്ങും. ഞാനിറങ്ങില്ല. എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. നിന്നോടൊപ്പം കറങ്ങി നടക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഈ ജീപ്പിന്റെ മൂലയിലിരിക്കുന്നോണ്ട് അങ്കിളിന് എന്താ ബുദ്ധിമുട്ട്? നീ മര്യാദയ്ക്ക് ഇറങ്ങുന്നുണ്ടോ? അങ്കിളിന് നേരത്തെ സൈറ്റ് പോകണ്ടല്ലേ? എന്നാ വണ്ടി പോട്ടെ. നിന്ന് കിടങ്ങാതെ ഇറങ്ങാൻ നോക്ക്. പ്ലീസ് അങ്കിൾ. ഇതിനെയാണോ ഒന്ന് കണിയേണ്ടത്? ഒട്ടും മോശമാവില്ല എന്ന് കൂട്ടിക്കോളൂ. എന്ത് ഇപ്പൊ പറഞ്ഞത്? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മനസ്സ് വായിക്കാൻ പഠിക്കണം കുഞ്ഞേ. എനിക്കതിന് കഴിയും. സംശയം ഉണ്ടെങ്കിൽ പരമേട്ടനോട് ചോദിച്ചു നോക്ക്. എന്റെ അമ്മോ, ഇതെന്തൊരു സാധനം. ഓ, ഒന്നുമില്ലേ? പയ്യൻ ഇവിടെ വാടാ. എന്താ? ചന്ത വരെ ഒന്ന് പോയിട്ട് വരാടേ. എന്നും ഇങ്ങനെ മുട്ടക്കുന്നിന്റെ മണ്ടയിൽ നിന്നാ മതിയാ? എന്നാ ശരി, വാ. അതിലല്ല, ഇതില് പോവാം. പെട്രോൾ ആരടിച്ചു തരും? അത് സാറിന്റെ പറ്റില്ലായിരുന്നു, നീ കയറി. ഞാനല്ലേ പറയുന്നേ. അതാണ് പേടി. പേടിക്കണ്ടേ, നീ വണ്ടി എടു. ഞാനുണ്ടടേ, വണ്ടി എടുക്കടേ. പോ. ഇപ്പൊ തലയ്ക്ക് തീ പിടിച്ചോല്ലേ അവൻ. ഇനി വേറെന്താ? അത് മതി. ആ, 1/2 കിലോ എടുത്തു. ഓ ശരി. ചേട്ടാ ഇത് എത്ര ഏട്ടാ? നില്ല് തൂക്കിയിട്ട് പറയാം. എന്നാ എത്രയായി? 20. അതാ എന്നാ കുറെ നേരമല്ലോ തരാൻ തുടങ്ങിയിട്ട്. വേണേ വാങ്ങിച്ചിട്ട് പോടാ. അയ്യോ, അതിന് താൻ എനിക്ക് ഓസിനൊന്നും അല്ലല്ലോ തരുന്നത്. അതെ, ഈ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അല്ലെങ്കിൽ താൻ പോടോ. ഇതാദ്യം ഒന്ന് തൂക്ക്. അല്ല പിന്നെ കുറെ ചീഞ്ഞ തക്കാളിയും വെച്ചോണ്ടിരിക്കുക അവിടെ മനുഷ്യനെ പറ്റിക്കാൻ. വേഗം വാ. തോമാച്ചേ, 2 ചായ. ഒന്ന് എൻ്റെത്, ഒന്ന് ഇവന് സ്പെഷ്യലായി. ആരാ പരമ പുതിയ ആള്? ഞാൻ പറഞ്ഞില്ലേ, മേനോൻ സാറിന്റെ. എന്തായാലും അത് തീർന്നു കാണും. വണ്ടി എടുക്കണം അവിടെ. പരമേട്ടാ, ഗോപു പോയിട്ട് ഒരുപാട് നേരമായി. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നീ എവിടെ പോയി നോക്കാനാ? അവളാ വെള്ളച്ചാട്ടത്തിനടുത്തോ തടാക്കരയിലോ ഉണ്ടാവും, ഉറപ്പാ. എനിക്കറിയില്ല അവളെ. ഞാൻ പോയിട്ട് വരാം. അപ്പൊ ഞാൻ വഴിയാതാരായി. അടിച്ചുപൊളി പ്രായോ മക്കളെ. തടാകം, വെള്ളച്ചാട്ടം. എന്ത് ഭംഗിയുള്ള സ്ഥലമാണല്ലേ അങ്കിൾ. അത് കണ്ടോ, ഈ കാണുന്ന കാടിന്റെ മുകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന അരുവിയാണ്. അങ്കിൾ ഞാൻ അവിടെ ഇറങ്ങട്ടെ? ഏയ് നോ നോ നോ, അത് വേണ്ട. പ്ലീസ്. വഴിക്കലുണ്ടാവും, സൂക്ഷിക്കണം. ഏയ് ഗോപിക, മതി മതി. വഴിക്കലുണ്ടാവും അവിടെയൊക്കെ. എന്ത് തണുപ്പാ. മോളെ ഗോപിക, അവിടെയൊക്കെ അപകടകരമായ വഴുക്കലും വിള്ളലുകളൊക്കെ ഉണ്ടാവും.
ദാ അവിടെ ഗുഹ പോലുള്ള വിള്ളലുകളുണ്ട്. കേറി വാ. ഗോപിക എന്തേടാ? ഗോപിക അങ്കിളിൻ്റെ കൂടെ അല്ലേ പോയിരിക്കുന്നേ? അവർ വന്നോളും. ചേട്ടൻ കയറി. എൻ്റെ ഭാഗ്യം രക്ഷപ്പെട്ടു. വിട്ടോ. ആരാ? തമ്പുരാട്ടിയല്ലേ? അതെ. ഓ, എന്തൊരു തേജസ്! കണ്ടോടി ത്രേസ്യേ? മനസ്സിലായില്ല. ഞാൻ സ്കറിയ, ഡാമിന്റെ പണിയെടുക്കുന്ന ഒരു പാവം കോൺട്രാക്ടർ. ഓ, ഇതെന്റെ ഭാര്യ ത്രേസ്യ. പിന്നെ ഇത് എൻ്റെ മോളാ. ഓ. അവളിപ്പോ പോയാ. മേനോൻ പറഞ്ഞിരുന്നു. വരൂ, അകത്തിരിക്കാം. ഓ, പരമു, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. കുറെ നാളായി എന്റെ ത്രേസ്യക്ക് തമ്പുരാട്ടിയെ കാണാൻ ഒരു മോഹം. അതിപ്പോ എന്തായാലും സാധിച്ചു. കുടിക്കൂ. മോളെ കൂടെ വിളിക്കേ. നല്ല കഥ. സംസാരിക്കാൻ ഒരാളെ കിട്ടിയ പിന്നെ അവക്ക് തീറ്റയും വേണ്ട കുടിയും വേണ്ട. പിന്നെ മകളായതുകൊണ്ട് പറയല്ല, ഭയങ്കര സ്മാർട്ടാ. പക്ഷെ പഠിക്കാൻ മഹാമണ്ടി. കെട്ടിച്ചു വിടണം. എന്നാ അത് തന്നെയാവും നല്ലത്. ദേ, അതും കൊടുത്തടി. ഇതെന്താ? ചെറിയൊരു സമ്മാനം. ഒരു സമ്മാനം തരാൻ മാത്രം എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്? തമ്പുരാട്ടി, ഇത് സാറിനുള്ളതാ. ആപ്പീസ് വെച്ചു കൊടുത്താ ആരെങ്കിലും കാണും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നെ സ്നേഹിച്ചാ ഞാനും തിരിച്ച് സ്നേഹിക്കും. അതാ എന്റെ ശീലം. ഇതൊന്നും മേനോന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാ. അപ്പൊ ഞാനിത് തിരിച്ചു കൊണ്ടുപോകണം. ഈ വക നാടകങ്ങളുമായി മേലിൽ ഇങ്ങോട്ട് വരരുത്. വാടി, ഒരു തമ്പുരാട്ടി. വാടി മോളെ, അപ്പച്ചന് പോയിട്ട് വേറെ പണിയുണ്ട്. ഓക്കെ, ബൈ, കാണാം. ബൈ. പരമു, എടാ പരമു. എന്തോ? ഈ ഗ്ലാസ് ഒക്കെ എടുത്ത് മാറ്റാൻ ഇനി പ്രത്യേകം പറയണോ? ഇപ്പൊ വയ്ക്കാം. ഇറക്കിറക്ക്. അസലായി. എന്താ?
ഈ കാടോ? അല്ല, സ്കറിയെ ഇറക്കി വിട്ടത്. ഇപ്പോഴും മേനോൻ അവിടെ തന്നെയാണോ? ഞാൻ വീഴാത്തിടത്ത് നിന്നെ വീഴ്ത്താൻ വന്നവനാ അവൻ. എന്തും വിലയ്ക്ക് വാങ്ങാമെന്നാ അവന്റെ വിചാരം. ഇന്ന് അശ്വതി, നാളെ ഭരണി, മറ്റന്നാൾ കാർത്തിക. അന്ന് എന്താ വിശേഷം എന്നറിയാമോ?